കെ.പി.സി.സി നേതൃത്വത്തിൽ മാറ്റമുണ്ടാകും. പുതിയ അധ്യക്ഷനെ അടുത്ത മാസം തീരുമാനിക്കും. കേരളത്തിൽ സംഘടനയിൽ സമൂല മാറ്റം വേണമെന്നാണ് സുനിൽ കനകൂലുവിന്റെ റിപ്പോർട്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തലുണ്ട്. മറ്റന്നാൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ഐക്യത്തോടെ നിൽക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടും. PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവശ്യം പക്ഷേ പരിഗണിച്ചേക്കില്ല. ഡൽഹി യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തേക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി. ധനസുമോദ്, മുല്ലപ്പള്ളി പ്രതിഷേധം എന്തിനാണ്? ഇപ്പോൾ ഐക്യം വേണമെന്നുള്ള ഒരു ആവശ്യത്തിലായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടുള്ള ഒരു ഓൺലൈൻ യോഗം ചേർന്നത്. ഇതുകൂടാതെ മറ്റന്നാൾ നടക്കുന്ന യോഗത്തിലും പ്രധാനമായും ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ ഐക്യം വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മുല്ലപ്പള്ളിയാണ് ഇക്കാര്യത്തിൽ ആദ്യ വെടിപൊട്ടിച്ചിരിക്കുന്നത്. കാര്യം അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സംസ്ഥാനത്താണ് തീർക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടാണ് മുല്ലപ്പള്ളിക്കുള്ളത്. അതല്ലാതെ ഈ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത് ഇത്രയും വലിയ ജംബോ കമ്മിറ്റി ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷം ഡൽഹിയിൽ വലിയ ഒരു കമ്മിറ്റിയിൽ ഒരു തീരുമാനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതുവരെ ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല. ഈ മുൻ അധ്യക്ഷന്മാരെ കൂടി വിളിച്ചു ചേർത്തിട്ടാണ് ഈ യോഗം ചേരുന്നത്. നിലവിലെ KPCC അധ്യക്ഷൻ സുധാകരനെ കൂടാതെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, അതേപോലെ തന്നെ K മുരളീധരൻ തുടങ്ങിയവർ ഈ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. കാര്യം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സമൂല അഴിച്ചുപണിക്ക് മുമ്പായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. പക്ഷേ ഈ തരത്തിലുള്ള സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് യോഗം വിളിച്ചു ചേർക്കുന്നതിൽ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ കേരളത്തിലെ ഈ നേതൃമാറ്റത്തെ സംബന്ധിച്ചും ഏതൊക്കെ നിലയ്ക്കുള്ള പരിഗണനകൾ അതിൽ വേണം, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ക്രൈറ്റീരിയാസ് വേണമെന്ന കാര്യത്തിലൊക്കെ നേതൃതലത്തിൽ ഇപ്പോൾ ഒരു ആശയൈക്യം ഉണ്ടാക്കിയിട്ടുണ്ടോ ധനസുമോദ്? അതായത് എന്തൊക്കെ പരിഗണനകൾ വെച്ചുകൊണ്ട് വേണം ഒരു നേതാവിനെ ഫിക്സ് ചെയ്യാൻ? അതിൽ ആർക്കൊക്കെയാണ് മുന്തിയ പരിഗണന ഉള്ളത്? ആ കാര്യങ്ങൾ കൂടി പറയാമോ? നിഷാദ്, ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള ഒരു ഐക്യം പ്രകടമാണ്. മാത്രമല്ല അവർക്ക് ഇടക്കാലത്ത് വലിയ തരത്തിലുള്ളൊരു ശീതസമരമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പല കാര്യങ്ങളും താനുമായിട്ട് ആലോചിക്കാതെയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും K സുധാകരൻ KPCC പ്രസിഡന്റ് അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത്. മാത്രമല്ല ഒരു പുനഃസംഘടന ഉണ്ടായാൽ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരനെ നിലനിർത്തിക്കൊണ്ട് തെക്കും വടക്കും രണ്ട് മേഖലകളായി തിരിച്ചിട്ട് അവിടെ രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ പൂർണ്ണതോതിൽ നിയോഗിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പിന്നീടാണ് വീണ്ടും കാര്യങ്ങൾ തകിടം മറിയുകയും പുതിയ KPCC അധ്യക്ഷൻ വേണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ചർച്ച വരികയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഹൈക്കമാൻഡിലെത്തി അവരുടെ ഒരു താല്പര്യം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് MP രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള ആഗ്രഹം അറിയിച്ചു. മാത്രമല്ല പല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് I ഗ്രൂപ്പിൻ്റെ പിന്തുണ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ അറിയിക്കുകയും ചെയ്തു. ഇതുകൂടാതെ കൊടിക്കുന്നിൽ സുരേഷാണ് അടുത്ത ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു താല്പര്യം അറിയിച്ചത്. അദ്ദേഹം നേരിട്ട് മല്ലികാർജ്ജുന ഖാർഗെയാണ് അറിയിച്ചത്. പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ തീരുമാനം ഒറ്റയ്ക്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാര്യം പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥലം, രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുള്ള സ്ഥലം, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ സ്വന്തം സ്ഥലം എന്ന രീതിയിൽ ഒരു കാരണവശാലും കഴിഞ്ഞ ദിവസം ഒഡീഷ PCC പ്രസിഡന്റിനെ മാറ്റി പുതിയ ആളെ നിയോഗിച്ചതുപോലെ കേരളത്തിൽ അതുപോലെ ചെയ്യാൻ സാധ്യമല്ല എന്നൊരു നിലപാട് കൂടിയുണ്ട്. മാത്രമല്ല സുധാകരന് ശേഷം അടുത്ത ആര് വരും എന്നുള്ളൊരു കാര്യത്തിലാണ് അടുത്ത പ്രശ്നമുണ്ടാകുന്നത്. കാര്യം അടൂർ പ്രകാശിൻ്റെ പേര് ഇത്തരത്തിലുള്ള ഒരു I ഗ്രൂപ്പിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ പോലും അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാൽ ആദ്യത്തെ പ്രസ്താവന നടത്തുന്നത് താനായിരിക്കും എന്നുള്ളൊരു കാര്യം മുൻ അധ്യക്ഷൻ VM സുധീരൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു സമ്മേളനം മുല്ലപ്പള്ളി വിട്ടുനിൽക്കുന്നതോടുകൂടി ഈ ഐക്യം എത്രത്തോളം ഉണ്ടാകും എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കുന്നത്.